അന്ധവിശ്വാസത്തിന് അനാചാരത്തിന് ചെളുക്കുണ്ടിൽ മുങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനായില്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസം നേടിയോട് ചോദിച്ചത്. സർവകലാശാലകളെ RSS വത്കരിക്കാനുള്ള സജീവ നീക്കങ്ങളാണ് ഗവർണർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിരോധമാവാൻ SFIക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു. ഈ ഘട്ടത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. SFI കൃത്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഗവർണർക്കെതിരായ സമരം നടത്തുന്നത്. ആ നിലപാട് അദ്ദേഹം തുടരുകയാണെങ്കിൽ ഭാവി പരിപാടികൾ ഏതൊക്കെ രീതിയിൽ ആസൂത്രണം ചെയ്യാനാണ് SFI പദ്ധതിയിടുന്നത്? SFIയുടെ സമരം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഗൂഢമായ അജണ്ട തയ്യാറാക്കിയെത്തിയ ചാൻസലർക്കെതിരെയാണ്. ചാൻസലർ എന്ന പദവി അദ്ദേഹത്തിന് കേരളത്തിലെ നിയമസഭ കൊടുത്ത അധികാരമാണ്. ആ നിയമസഭ കൊടുത്ത അധികാരത്തെ അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കേരളത്തിലെ നിയമസഭ അദ്ദേഹത്തെ ചാൻസലറാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് നടത്തുന്ന അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമാകാൻ വേണ്ടിയിട്ടാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെൻറ് വളരെ ശ്രമകരമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകത്ത് ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള മാറ്റം കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുമ്പോൾ ആ മാറ്റങ്ങളെ ഉൾപ്പെടെ പുറകോട്ട് വലിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ 4 സർവകലാശാലകൾ നാക്കിൻ്റെ ഉയർന്ന അക്രഡിറ്റേഷൻ കിട്ടിയത്. കേരളയ്ക്കും MGക്കും A++ ആണ് കിട്ടിയത്. ക്യുസാറ്റിന് സംസ്കൃത സർവകലാശാലയ്ക്കും A+ ആണ് കിട്ടിയത്. കേരളത്തിലെ ഏതാണ്ട് 24ഓളം വരുന്ന കോളേജുകൾ ഏറ്റവും മികച്ച കോളേജുകളായി വിലയിരുത്തപ്പെടുകയാണ്. ഇങ്ങനെ കഴിഞ്ഞ 9 വർഷക്കാലം വിവിധങ്ങളായ ഇടപെടലിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അക്കാഡമിക്കായ ഡെവലപ്മെൻറ്റ്, അങ്ങനെ വിവിധ തലങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ മാറ്റങ്ങൾ, ഇടപെടലുകൾ, ആ ഇടപെടലിൻ്റെ എല്ലാം ഭാഗമായി ഉണ്ടായ മുന്നേറ്റം, ഈ മുന്നേറ്റം രാജ്യം ഭരിക്കുന്ന RSSനെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. കാരണം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല താഴോട്ടാണ് പോകുന്നത്. അവരുടെ രാഷ്ട്രീയ അജണ്ട, സംഘപരിവാർ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല താഴേക്ക് പോകുന്നു. ആ താഴേക്ക് പോകുന്ന വിദ്യാഭ്യാസ മേഖല രാജ്യത്തിൻ്റെ സൂചികയായി നിൽക്കുമ്പോൾ അതിനെ എല്ലാം വെല്ലുവിളിച്ചാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. അതൊന്ന്. 2, പുരോഗമന മതനിരപേക്ഷമായൊരു വിദ്യാഭ്യാസ സംസ്കാരം കേരളത്തിലുണ്ടാകുന്നു. അത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽ മതനിരപേക്ഷവാദികളായ മനുഷ്യരാണ് എക്കാലവും ഉയർന്നു നിന്നിട്ടുള്ളതുകൊണ്ട് വർഗീയവാദികൾക്കിടം കിട്ടാത്തതുകൊണ്ടും കേരളത്തിൻ്റെ പാരമ്പര്യം മതനിരപേക്ഷയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ ഏറ്റവും നന്നായി ഉയർത്തിപ്പിടിക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയാണ്. നിങ്ങൾ ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കിയാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാലും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും പൊതുവിദ്യാഭ്യാസ മേഖലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റായി ലോകം കാണുന്നത് ഒരു മതനിരപേക്ഷ, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ജനകീയമായൊരു വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥിതി കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ആവാസ വ്യവസ്ഥിതിയെ തകർക്കുക എന്നതാണ് രാജ്യം ഭരിക്കുന്ന RSS ലക്ഷ്യം. കാരണം മതനിരപേക്ഷമായ ഒന്നിനെയും അംഗീകരിക്കാനുള്ള സഹിഷ്ണുത രാജ്യത്ത് RSSനില്ല. മതനിരപേക്ഷമായി എല്ലാത്തിനെയും തകർക്കുക എന്നുള്ളതാണ് RSSൻ്റെ ലക്ഷ്യം. മതനിരപേക്ഷത എല്ലാ ചിഹ്നങ്ങളെയും തകർക്കുക. മതനിരപേക്ഷ എന്ന വാക്ക് എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ആ എഴുതി വെച്ച ഇടങ്ങളെല്ലാം തകർക്കുക. നിർഭാഗ്യവശാൽ മതനിരപേക്ഷ എന്ന വാക്ക് തിരഞ്ഞു പോകുമ്പോൾ അവരുടെ മുന്നിൽ ആദ്യം കരുതാൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. നമ്മൾ കേട്ടതാണല്ലോ RSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഏറ്റവും അവസാനം നടത്തിയ പ്രസ്താവന, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി റിസോൾവ് ഇന്ത്യ ആസ് എ സോവറിൻ സെക്കുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് തുടങ്ങുന്ന തലവാചകത്തിൻ്റെ സെക്കുലറിസവും അതോടൊപ്പം തന്നെ സോഷ്യലിസവും രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് മാറ്റണം എന്ന് RSS പ്രഖ്യാപിക്കുകയാണ് പരസ്യമായി. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ രാജ്യത്ത് RSS നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ വൽക്കരണ അജണ്ടയുടെ പ്രായോഗികമായ രൂപമാണ് കേരളത്തിൽ നാം കാണുന്നത്. ഇതിനെ അത്ര വിശാലമായൊരു തലത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. ഇതിനെ മറ്റ് നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഇപ്പോഴും ഞങ്ങൾ തെരുവിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളിതിനെ കേവലം ഒരു ഗവൺമെൻറ് പോരായോ, അല്ലെങ്കിൽ SFI ഗവർണർ പോരായോ, ചാൻസലർ വേഴ്സസ് SFI എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു VC വേഴ്സസ് SFI ഒന്നും ചുരുക്കി കാണരുത്. ഇത് രാജ്യത്ത് RSS തയ്യാറാക്കിയിരിക്കുന്ന രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയും മനുഷ്യൻ്റെ മനസ്സുകളെയും എല്ലാം കീഴ്പ്പെടുത്താനുള്ള വർഗീയ അജണ്ടയുടെ പ്രായോഗിക രൂപത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണമാണ് കേരളത്തിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്. ആ പ്രയോഗവൽക്കരണത്തിന് നമ്മളിപ്പോൾ അനുമതി കൊടുത്താൽ ഉത്തരേന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾ പോലെ വർഗീയതയുടെ ഒരു വിളനിലമായി നാളെ കേരളം മാറും. വർഗീയതയുടെ ശവപ്പുറമ്പായി മാറിയ നാട്ടിൽ ഒരു ഭരണം കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത്.
അങ്ങനെ വർഗീയതയുടെ വിളനിലമായ ഒരു നാട്ടിൽ ഭരിച്ചാൽ ഇവർക്ക് എന്താണ് നേട്ടം ഉണ്ടാകാൻ പോകുന്നത്? ഈ മതനിരപേക്ഷ കേരളത്തെ ഭരിക്കാൻ അവർ പരിശ്രമിക്കൂ. ആ മതനിരപേക്ഷതയെ തകർക്കാൻ വരുന്ന ശക്തികൾക്കെതിരെ ശബ്ദമുയർത്തു. അത് ചെയ്യുകയാണ് അവർ വേണ്ടത്. ആ നിലയിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. അതൊരു ഭരണഘടനാ പദവിയാണ്. പക്ഷേ ചാൻസലർ എന്ന് പറഞ്ഞാൽ ഒരു സർവകലാശാലകളുടെ സർവാധികാരമുള്ള ആളല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ചാൻസലറുടെ പദവി അമിതാധികാരം എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്, ഈ RSS വൽക്കരിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 153 മുതലാണെന്ന് തോന്നുന്നു ആർട്ടിക്കിളുകൾ. എങ്ങനെയാണ് ഒരു ഗവർണർ, എന്താണ് ഗവർണർ ഉത്തരവാദിത്തങ്ങൾ എന്ന് വളരെ വിശാലമായി രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കകത്ത് ലിഖിതമാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആമുഖം ഗവർണറെ പറ്റി പരാമർശിക്കുന്നിടത്ത് ആരാണ് ഗവർണർ എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ RSSകാർക്ക് ഇന്ത്യൻ ഭരണഘടന വായിക്കാനോ ഭരണഘടനാ മൂല്യങ്ങളെ ഉൾക്കൊള്ളാനോ ഒന്നുമുള്ള സഹിഷ്ണുതയോ ബുദ്ധിയോ വിവേകമോ ഒന്നും നമ്മുടെ രാജ്യത്തില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാവാം ഒരുപക്ഷെ ഗവർണർക്കും ഇപ്പോൾ BJPക്കാർ പറയുന്നത് 2 PhD ഉള്ള മനുഷ്യരാണ് ഗവർണർ എന്നാണ്. അംബേദ്കറിൻ്റെ ഒരു വാചകം നമ്മൾ ഓർത്തെടുക്കേണ്ടത്, വിദ്യാഭ്യാസം എന്തായിരിക്കണമെന്ന് അംബേദ്കർ വിശേഷിപ്പിക്കുന്നുണ്ട്. അംബേദ്കർ രാജ്യത്തിൻ്റെ ഈ ഭരണഘടന തന്നെ നിർമ്മിച്ച ആളാണ്. അംബേദ്കർ പറയുന്നത്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാഭ്യാസം നേടുന്ന മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്നത് അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുക എന്നുള്ളതാണ്. അന്ധവിശ്വാസത്തിന് അനാചാരത്തിൻ്റെ ചെളുക്കുണ്ടിൽ മുങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനായില്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ഡോക്ടർ BR അംബേദ്കർ വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസം നേടിയോട് ചോദിച്ചത്. ആ ഗണത്തിൽ നോക്കുമ്പോൾ ഇവരുടെ വിദ്യാഭ്യാസം ഡിഗ്രികൾ, സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ്. ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ മൂല്യത്തിൻ്റെയും കാര്യത്തിൽ ഇവരുടെ വിദ്യാഭ്യാസം വട്ടപൂജ്യമാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. അത് വേറൊരു വശം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന വളരെ വിശാലമായി ആരാണ് ഗവർണർ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വാചകം ഇങ്ങനെയാണ്, ഗവർണേഴ്സ് ആർ ദ സെറിമോണിയൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഗവർണേഴ്സ് ആർ ദ സെറിമോണിയൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അതിൻ്റെ കൂട്ടൊരു വാചകം പറയുന്നത് ഗവർണർമാർ അധികാരം എന്താണെന്നുള്ളതാണ്, ടു അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ദ നേഷൻ എന്നാണ് പറയുന്നത്. ഗവർണേഴ്സ് ആർ ദ സെറിമോണിയൽ ഹെഡ് ടു അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്നാണ് പറയുന്നത്. അതായത് സെറിമോണിയൽ ഹെഡ് എന്ന് മലയാളത്തിൽ നമ്മൾ പരിഭാഷപ്പെടുത്തിയാൽ ആലങ്കാരികമായ തലവൻ എന്നാണ്. ഇതിന് തലവനെന്നോ രാജാവെന്നോ അല്ലെങ്കിൽ മേലധികാരിയെന്നോ എല്ലാം നിയന്ത്രിക്കുന്ന ആൾ എന്നോ ഒന്നിനും അർത്ഥമില്ല. അതൊരു സാലങ്കാരികമായ പദവിയാണ് ഗവർണർ. രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം ഉദ്ധരിക്കുകയല്ല. രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് ഇദ്ദേഹം ഒരു ആലങ്കാരികമായ തലവനാണ്. എന്തെങ്കിലും എക്സിക്യൂട്ടീവ് അധികാരം ഗവർണർക്കുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. അങ്ങനെ യാതൊരു എക്സിക്യൂട്ടീവ് അധികാരവുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്താ? ടു അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് പറയുന്നത് ഈ രാജ്യം ഒരു ഫെഡറൽ സംസ്ഥാനമാണ് എന്നാണ്. ഓരോ ഗവൺമെൻറ്റുകൾക്കും ആ ഗവൺമെൻറ്റുകളുടെ അധികാരമുണ്ട്. ഇന്ദിരാഗാന്ധിയാണ് നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയുടെ കാലത്താണ് ഈ രാജ്യത്തെ വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ആ കൺകറൻറ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തെ സെൻട്രലൈസ് ചെയ്യാനാണ് ഇന്നത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇപ്പോഴും വിദ്യാഭ്യാസം പക്ഷേ നിർഭാഗ്യവശാൽ കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റേതായ അധികാരമുണ്ട്. ആ അധികാരത്തിലേക്ക് കൈകടത്താനാണ് ഗവർണർ, ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തുന്നത്. ഇത് കൃത്യമായി RSS നിർദ്ദേശം. രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് RSS കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ നിർദ്ദേശം അദ്ദേഹം നടപ്പിലാക്കുന്നു. ആ നിർദ്ദേശം അയാൾ നടപ്പിലാക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തല്ല. നിർഭാഗ്യവശാൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തോണി അടുത്തിരിക്കുന്നത് കേരളത്തിലാണ്. ബ്രിട്ടീഷുകാർ ആദ്യം വന്നിറങ്ങിയത് വിദേശികൾ ആദ്യം വന്നിറങ്ങിയത് കേരളത്തിലാണല്ലോ. അപ്പോൾ വിദേശികൾ ആദ്യം വന്ന് കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കേരളത്തിൽ പിന്നീടുണ്ടായ സമര പോരാട്ടങ്ങൾ നമ്മളെല്ലാവരും കണ്ടതല്ലേ. അങ്ങനെയൊന്നും ഈ കേരളത്തിൽ വന്നിറങ്ങിയത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായി ഉദ്ദേശം നടപ്പിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിചാരിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ കിനാവാണ്, സ്വപ്നമാണ്. നല്ല സ്വപ്നങ്ങൾ അദ്ദേഹം കാണട്ടെ. അതിശക്തമായ സമരം ഉയർന്നു വരുമ്പോൾ ആ സ്വപ്നത്തിൽ അദ്ദേഹം ഞെട്ടി ഉണരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.